ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ത്യ കൃഷി എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവിളകള്, നാണ്യവിളകൾ, കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട ജന്മദേശങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർഷിക ഗവേഷക കേന്ദ്രങ്ങളെ പറ്റിയാണ്. മത്സര പരീക്ഷകളിൽ ഇത്തരം ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് വളരെയധികം പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. ആദ്യം നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ്. എങ്ങനെയായിരുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ്. എവിടെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത്? അത് ഭോപ്പാലിലാണ്. എവിടെയാണ് ഭോപ്പാൽ? എവിടെയാണ്? മധ്യപ്രദേശിലാണ് ഭോപ്പാല്. മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് പഠിക്കാനുള്ള അടുത്ത സ്ഥാപനത്തിന്റെ പേരാണ് കേന്ദ്ര ഫുഡ് ടെക്നോളജി ഗവേഷക കേന്ദ്രം. എങ്ങനെയായിരുന്നു? കേന്ദ്ര ഫുഡ് ടെക്നോളജി ഗവേഷക കേന്ദ്രം. എവിടെയാണ് കേന്ദ്ര ഫുഡ് ടെക്നോളജി ഗവേഷക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? അത് മൈസൂരിലാണ്. മൈസൂർ എവിടെയാണ്? മൈസൂര് കർണാടകയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഇന്ത്യയില് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാണ്? ചോദ്യം എങ്ങനെയായിരുന്നു? MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാണ്? എവിടെയാണ്? ചെന്നൈയിലാണ്. അടുത്ത പഠിക്കാനുള്ള സ്ഥാപനത്തിന്റെ പേരാണ് സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാലിലാണ്. എവിടെയാണ് കർണാല്? നമുക്കറിയാം ഹരിയാനയിലാണ് ഇത് കർണാല് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥാപനങ്ങളുടെ പേരുകൾ, എപ്പോഴും മാറിപ്പോകുന്ന രണ്ട് സ്ഥാപനങ്ങളുടെ പേരുകളാണ്. ആദ്യത്തെ സ്ഥാപനത്തിന്റെ പേരാണ് ദേശീയ ക്ഷീര വികസന ബോർഡ്. എങ്ങനെയായിരുന്നു? ദേശീയ ക്ഷീര വികസന ബോർഡ്. എവിടെയാണ് ദേശീയ ക്ഷീര വികസന ബോർഡ് സ്ഥിതി ചെയ്യുന്നത്? അത് ആനന്ദിലാണ്. ആനന്ദ് എവിടെയാണ്? ഗുജറാത്തിലാണ്. നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ സ്ഥാപനത്തിന്റെ പേരാണ് ദേശീയ ക്ഷീര ഗവേഷക കേന്ദ്രം. ദേശീയ ക്ഷീര ഗവേഷക കേന്ദ്രം അതെവിടെയാണ്? അത് കർണാലിലാണ്. അതെവിടെയാണ്? കർണാലിലാണ്. ഇനി നമുക്ക് പഠിക്കാം ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? എങ്ങനെയായിരുന്നു ചോദ്യം? ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് കട്ടക്കിലാണ്. കട്ടക്ക് എവിടെയാണ്? ഒഡീഷയിലാണ് കേട്ടോ. കട്ടക്ക് എവിടെയാണ്? ഒഡീഷയിലാണ്. ഇനി നമുക്ക് പഠിക്കാം ദേശീയ പരുത്തി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ദേശീയ പരുത്തി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരിലാണ്. ദേശീയ പരുത്തി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഗ്പൂരിലാണ്. എവിടെയാണ് നാഗ്പൂര്? മഹാരാഷ്ട്രയിലാണ്. ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം. ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെയിലാണ്. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം. ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുച്ചിറപ്പള്ളിയിലാണ്. തിരുച്ചിറപ്പള്ളി എവിടെയാണ്? തമിഴ്നാട്ടിലാണ് അല്ലെ. ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുച്ചിറപ്പള്ളിയിലാണ്. ദേശീയ ഉള്ളി ഗവേഷണ കേന്ദ്രം. ദേശീയ ഉള്ളി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പൂനെയിലാണ്. ദേശീയ ഉള്ളി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പൂനെയിലാണ്. നമുക്ക് മുന്നോട്ട് പഠിച്ചു പോവാം. ദേശീയ കാലിത്തീറ്റ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഝാൻസിയിലാണ്. ദേശീയ കാലിത്തീറ്റ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഝാൻസിയിലാണ്. ദേശീയ പച്ചക്കറി ഗവേഷണ കേന്ദ്രം. ദേശീയ പച്ചക്കറി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വാരണാസിയിലാണ്. ദേശീയ പച്ചക്കറി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ്. ദേശീയ നിലക്കടല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജുനഗഡിലാണ്. ദേശീയ നിലക്കടല ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ജുനഗഡിലാണ്. ഇനി മത്സര പരീക്ഷകളിൽ ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ് ദേശീയ പുകയില ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ചോദ്യം എങ്ങനെയായിരുന്നു? ദേശീയ പുകയില ഗവേഷണ കേന്ദ്രം. ദേശീയ പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ രാജമുന്ദ്രിയിലാണ്. ആന്ധ്രാപ്രദേശിലെ രാജമുന്ദ്രിയിലാണ് ദേശീയ പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ചേർത്ത് വെച്ച് പഠിക്കണം ദേശീയ ഉരുളൻകിഴങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ദേശീയ ഉരുളൻകിഴങ്ങ്
ഉരുളൻകിഴങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ്. ഹിമാചൽ പ്രദേശിൽ എവിടെയാണ്? ഷിംലയിലാണ്. ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേന്ദ്ര മണ്ണ് ജല സംരക്ഷണ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ചോദ്യം എങ്ങനെയായിരുന്നു? കേന്ദ്ര മണ്ണ് ജല സംരക്ഷണ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അധികം ആൾക്കാർക്ക് കിട്ടാത്ത ഒരു ചോദ്യം തന്നെയാണ്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡെറാഡൂൺ എന്നാണ്. ഡെറാഡൂൺ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന സ്ഥാപനവും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ വെറ്റിനറി ഗവേഷണ കേന്ദ്രം. ഇന്ത്യൻ വെറ്റിനറി ഗവേഷണ കേന്ദ്രം. ഇന്ത്യൻ വെറ്റിനറി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ബറേലി. ഉത്തർപ്രദേശിലെ ബറേലിയിലാണ് ഇന്ത്യൻ വെറ്റിനറി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ ഭാഗത്ത് നിന്ന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥാപനത്തിന്റെ പേരാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ജബൽപൂരിലാണ്. എവിടെയാണ് ജബൽപൂർ? മധ്യപ്രദേശിലാണ്. ജബൽപൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടികൾച്ചർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടികൾച്ചർ എവിടെയാണ്? ബംഗളൂരു. എവിടെയാണ്? ബംഗളൂരു. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന അടുത്ത സ്ഥാപനത്തിന്റെ പേരാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടികൾച്ചർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടികൾച്ചർ എവിടെയാണ്? ബാംഗ്ലൂരാണ്. എവിടെയാണ്? ബാംഗ്ലൂരാണ്. അപ്പോൾ ഇന്ത്യയിലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങളും ആ സ്ഥാപനങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതും എന്നുമാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തിലേക്ക് പോവാം. ഇന്ത്യയിലെ കാർഷിക വിളകളും ആ കാർഷിക വിളകളുടെ ഉൽപാദനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളും. ഈ രീതിയിലും ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ കാർഷിക മേഖല അല്ലെങ്കിൽ കൃഷി എന്ന് പറയുന്ന ഭാഗം സമ്പൂർണമായിട്ട് നമ്മൾ പഠിക്കുകയാണ്. ഈ ഒരു ഭാഗം നമുക്ക് നോക്കാം. അതിൽ കരിമ്പ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഉത്തർപ്രദേശ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചേർത്ത് വെച്ച് പഠിക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും ഇത് തന്നെയാണ്, ഉത്തർപ്രദേശ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുളൻകിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും ഇത് തന്നെയാണ്, ഉത്തർപ്രദേശ് തന്നെയാണ്. അപ്പോൾ ഉത്തർപ്രദേശ് മുൻപന്തിയിൽ നിൽക്കുന്ന 3 പ്രധാനപ്പെട്ട വിളകളാണ് നമ്മൾ പറഞ്ഞത്. 1 കരിമ്പ്, 2 ഗോതമ്പ്, 3 ഉരുളൻകിഴങ്ങ്. ഈ വിളകളുടെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഭാഗത്തിലേക്ക് നമുക്ക് പോവാം. ചണം അതോടൊപ്പം തന്നെ നെല്ല്. ഇതിൽ നെല്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചണം ഉൽപാദനത്തിലും നെല്ല് ഉൽപാദനത്തിലും 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. ചണം ഉൽപാദനത്തിലും നെല്ല് ഉൽപാദനത്തിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. ഇനിയും റബ്ബർ, ഏലം, മരച്ചീനി. റബ്ബറുണ്ട്, ഏലമുണ്ട്, മരച്ചീനിയുണ്ട്. നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ആരാണ്? കേരളമാണ്. റബ്ബർ ഉൽപാദനത്തില്, ഏലം ഉൽപാദനത്തില്, മരച്ചീനി ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. നിലക്കടല, പരുത്തി ഏത് സംസ്ഥാനമായിരിക്കും? നിലക്കടല, പരുത്തി ഉൽപാദനം ഏത് സംസ്ഥാനമാണ്? ഗുജറാത്ത് ആണ്. നിലക്കടലയും പരുത്തിയും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ്. അങ്ങനെയെങ്കിൽ കശുവണ്ടി ഉൽപാദനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. എല്ലാവർക്കും ആപ്പിൾ ഇഷ്ടമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒരു ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംസ്ഥാനമാണ്. ഏതാണ്? ഹിമാചൽ പ്രദേശ് ആണ്. ഹിമാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനിയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ചേർത്ത് വെച്ച് പഠിക്കണം. കാപ്പി മാത്രമല്ല ചന്ദനം മാത്രമല്ല റാഗി. കാപ്പിയുണ്ട്, ചന്ദനമുണ്ട്, റാഗിയുണ്ട്. ഇത് 3ഉം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം കർണാടകയാണ്. ഏതാണ്? കർണാടക. നമുക്ക് മുന്നോട്ട് പോവാം. ബാർലി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. ബാർലി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. സോയാബീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അറിയുമോ നിങ്ങൾക്ക്? സോയാബീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്.
പുകയില. പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. തേയില നമുക്ക് എല്ലാവർക്കും അറിയാം. തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അസാമാണ്. തേയില ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിളകൾ, ആ വിളകൾ ഉൽപാദനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തിലേക്ക് പോവാം. കാർഷിക വിപ്ലവങ്ങൾ. പ്രധാനപ്പെട്ട കാർഷിക വിപ്ലവങ്ങള് മത്സര പരീക്ഷകളിൽ സ്ഥിരം സാന്നിധ്യമാണ്. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് ഏതാ? നീല വിപ്ലവം എന്ന് പറയുന്നത്. മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് നീല വിപ്ലവം. ചോദിച്ചിട്ടുണ്ട് രജത വിപ്ലവം. രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിപ്ലവമാണ് രജത വിപ്ലവം. അപ്പൊ 2 നമ്മൾ പഠിച്ചത്. നീല മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് ഏതാ? നീല വിപ്ലവം. അതേസമയം രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിപ്ലവമാണ് രജത വിപ്ലവം. ചുവപ്പ് വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തക്കാളി ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിപ്ലവമാണ് ഏതാ? ചുവപ്പ് വിപ്ലവം. ചുവപ്പ് വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തക്കാളി ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മഞ്ഞ വിപ്ലവം എന്തുമായിട്ടായിരിക്കും ബന്ധപ്പെട്ടിരിക്കുന്നത്? എണ്ണക്കുരുക്കളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് മഞ്ഞ വിപ്ലവം. എണ്ണക്കുരുക്കളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിപ്ലവമാണ് മഞ്ഞ വിപ്ലവം. സ്വർണ്ണ വിപ്ലവം എന്തായിരിക്കും? സ്വർണ്ണ വിപ്ലവം പഴം പച്ചക്കറി. പഴം മാത്രമല്ല, പഴത്തോടൊപ്പം ഏതുമുണ്ട്? പച്ചക്കറിയുണ്ട്. എന്നിവയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് സ്വർണ്ണ വിപ്ലവം എന്ന് പറയുന്നത്. മരുന്നുകളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് പിങ്ക് വിപ്ലവം. മരുന്നുകളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് ഏതാ? പിങ്ക് വിപ്ലവം. ചാര വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാസവളങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് ഏതാ? ചാര വിപ്ലവം എന്ന് പറയുന്നത്. ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിച്ച ഒരു കാര്യം കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നു. അത് കറുത്ത വിപ്ലവമാണ്. കറുത്ത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറുത്ത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പെട്രോളിയം ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് ഏതാ? കറുത്ത വിപ്ലവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ പഠിക്കാനുണ്ട്. മഴവിൽ വിപ്ലവം. കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വിപ്ലവങ്ങളെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഏതാ? മഴവിൽ വിപ്ലവം എന്ന് പറയുന്നത്. കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ വിപ്ലവങ്ങളെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഏതാ? മഴവിൽ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ കാർഷിക വിപ്ലവങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഒരിക്കൽ കൂടി ഒന്ന് നോക്കുക. നീല വിപ്ലവം മത്സ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രജത വിപ്ലവം മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചുവപ്പ് വിപ്ലവം തക്കാളിയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വർണ്ണ വിപ്ലവം പഴം പച്ചക്കറി ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിങ്ക് വിപ്ലവം മരുന്നുമാണെങ്കിൽ കറുത്ത വിപ്ലവം പെട്രോളിയം ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ ചാര വിപ്ലവം രാസവളങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാർഷിക മേഖലയിലുണ്ടായ എല്ലാത്തരം വിപ്ലവങ്ങളെയും ഒരുമിച്ച് വിളിക്കുന്ന പേര് മഴവിൽ വിപ്ലവം. ഏതാണ്? മഴവിൽ വിപ്ലവം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് പിന്നീട് കാണാം.